പ്രിയനെന്താ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും റിസർച്ച് ചെയ്യുവാണോ? അതെ അല്ല ബിനു, ഞാനൊരു റിസർച്ച് റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. ആ. അതായത് ഫിൻലൻഡിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലുണ്ടായ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണിത്. ഉം. അതായത് ആ പഠനം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ലൈംഗിക വീഴ്ച എന്ന് പറയുന്നത്, അതെ. മനുഷ്യൻ്റെ ലൈംഗിക ബന്ധം. അതെ. പക്ഷേ ഈ ലൈംഗിക ബന്ധം വളരെ ആരോഗ്യകരമായിരിക്കണം. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ഫിൻലാൻഡിലെ 54% സ്ത്രീകളും ഈ പറയുന്ന രതിമൂർച്ച എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല. ഇത് ഗുരുതരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. അതുപോലെ തന്നെ സന്തോഷകരമായ ഒരു ലൈംഗിക ജീവിതം നൽകുന്നില്ല. ഇത് പലപ്പോഴും അവിടുത്തെ മനുഷ്യരുടെ പ്രത്യുത്പാദന പ്രക്രിയയെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് മാത്രവുമല്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചർച്ചകൾ പലതും ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ സജീവമാണ്. ആരോഗ്യമേഖല ഇതിനെപ്പറ്റി വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഈ പഠനം ഇതുപോലെ സമാനമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ക്ലാബുണ്ടയുടെയും അദ്ദേഹത്തിൻ്റെ ഓതറുടെയും പഠന റിപ്പോർട്ടാണ് ഈ ഫിൻലൻഡിലെ റിസർച്ച് മാഗസീനിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയും ഏഷ്യയും ഈ പറയുന്ന പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതിൽ ജപ്പാൻ്റെ നിർണായകമായ കണ്ടെത്തലുകൾ ഏഷ്യ സമൂഹത്തെ തന്നെ ബാധിക്കുന്നതാണ്. അതായത് പങ്കാളിയോടുള്ള വിമുഖതയ്ക്ക് പോലും, അതായത് പങ്കാളിയെ സ്വീകരിക്കുന്നതിന് സ്ത്രീകൾക്കുണ്ടാകുന്ന വിമുഖതയ്ക്ക് പോലും ഈ പ്രശ്നങ്ങൾ കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പുരുഷന്മാർക്കുള്ള ഭയം, അതായത് സ്ത്രീകൾക്ക് ഈ പറയുന്ന രതിമൂർച്ച കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയുടെ ഭയം പോലും ജപ്പാനിലെ പുരുഷന്മാരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നു. സമാനമായി തന്നെ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ മാരിറ്റൽ റേപ്പാണ് പലപ്പോഴും നടക്കാറുള്ളത്. വിവാഹ ബന്ധത്തിന് ശേഷമുള്ള ലൈംഗികത പലപ്പോഴും റേപ്പായി മാറുന്നു, ബലാത്സംഗമായി മാറുന്നു. സ്ത്രീകൾ പലപ്പോഴും ഈ പറയുന്ന ശാരീരിക സുഖം അനുഭവിക്കാറില്ല. എന്താണ് ബിനുവിന് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? അല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കടലായും പുരുഷനെ കരയായുമാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതായത് കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. കടൽ അങ്ങനെയല്ല. കടൽ പതുക്കെ ചൂടാവുകയുള്ളൂ, പതുക്കെ തണുക്കുകയുള്ളൂ. പുരുഷൻ എന്ന് പറയുന്ന ഈ കര എന്ന് പറയുന്ന പലപ്പോഴും സംഭവിക്കുന്ന പുരുഷന്മാർ വളരെ വേഗത്തിൽ ഇത്തരത്തിൽ വികാരം ഉണ്ടാവുകയും അതിനുശേഷം അവർ പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഈ സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ പുരുഷൻ പെട്ടെന്ന് കിടന്നുറങ്ങുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകും. പലപ്പോഴും ഈ സ്ത്രീകളിൽ രതിമൂർച്ച സംഭവിക്കണമെങ്കിൽ ഈ ഫോർപ്ലേ പോലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് ഇതിൽ ഏറ്റവും പ്രധാനം മാനസികമായും നല്ല രീതിയിൽ അവർക്ക് തമ്മിലിപ്പം പകൽ വഴക്കുണ്ടാക്കിയിട്ട് രാത്രി വന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചിലപ്പോൾ സെക്സ് ഏർപ്പെടാൻ കഴിയില്ല. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെയല്ല. പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് അവർക്ക് വികാരം ഉണ്ടാവുകയും സ്ത്രീകളുടെ ശരീരം കണ്ടാലും പെട്ടെന്ന് വികാരം ഉണ്ടാവുകയൊക്കെ ചെയ്യും. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അവർക്ക് മനസ്സുകൊണ്ടും കൂടി ഇഷ്ടം തോന്നിയാൽ മാത്രമേ ആ രീതിയിൽ ഒരു ലൈംഗിക വേഴ്ചയ്ക്ക് സ്ത്രീ സജ്ജയാവത്തുള്ളൂ. അപ്പോൾ ഈ രതിമൂർച്ച എന്ന് പറയുന്ന ഒരു ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒന്നാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പുരുഷന് അവസാനം ഈ സ്ഖലനത്തിലൂടെയാണ് രതിമൂർച്ച സംഭവിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് 3-4 പ്രാവശ്യമെങ്കിലും രതിമൂർച്ച സംഭവിക്കുമെന്നാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രതിമൂർച്ച സംഭവിച്ച സ്ത്രീകളാണെങ്കിൽ വീണ്ടും ലൈംഗിക ബന്ധത്തിന് കൂടുതൽ താല്പര്യം ജനിപ്പിക്കും. അതായത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. അതായത് രതിമൂർച്ച സ്വാഭാവികമായും ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ആസ്വദിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ഭാര്യ സെക്സിന് വളരെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ലൈംഗിക ബന്ധം അവർക്ക് ആനന്ദം നൽകുന്നുണ്ടെന്നും അതിൽ നിന്നും അവർക്ക് തൃപ്തി കിട്ടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. മറിച്ചാണെങ്കിൽ ഇപ്പോൾ പുരുഷൻ ചെന്ന് സ്ത്രീയോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു, അവൾ താല്പര്യമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവൾക്ക് ഈ രതിമൂർച്ച അല്ലെങ്കിൽ സുഖം ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ സുഖം ലഭിക്കാതെ ആയാൽ പല സ്ത്രീകളും ഒരു ഭാര്യയുടെ കടമ എന്ന വിചാരത്തോടെ ഈ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കും. പക്ഷേ ഒരു തരം അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. ക്രമേണ ഈ താല്പര്യക്കുറവ് വളർന്ന് അറപ്പും വെറുപ്പും വരെ ആയി മാറും. അപ്പോൾ പിന്നെ ഭർത്താവ് അടുത്ത് വരുമ്പോൾ പോലും ഇത്തരത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല, അവർ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതിന് താല്പര്യം ജനിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ ഈ സ്ത്രീകളുടെ രതിമൂർച്ച അറിയാൻ സഹായിക്കുന്ന ചെറിയ അടയാളങ്ങൾ ഈ ശ്വാസഗതി പെട്ടെന്ന് വർദ്ധിക്കും. ശ്വാസഗതി വർദ്ധിക്കുന്നു, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, അതുപോലെ തന്നെ യോനിയിലെ നനവ്, ശീൽക്കാര ശബ്ദങ്ങൾ, ഇതിത്രയും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിന് സജ്ജയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലക്ഷണങ്ങളിൽ നിന്ന് രതിമൂർച്ചയെക്കുറിച്ച് സൂചന ലഭിക്കുമെങ്കിലും ഈ പങ്കാളി രതിമൂർച്ചയിൽ എത്തിയോ എന്ന് അറിയാനുള്ള എളുപ്പവഴി അവളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന വികാരത്തിൽ അവർക്ക് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക്
ഇത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പോകാനേ കഴിയും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ രതിമൂർച്ച സംഭവിച്ചതിന് ശേഷവും ഈ പങ്കാളിയോടൊപ്പം കുറേ സമയം ചിലവഴിക്കുക, അവരോടൊപ്പം കിടക്കുക, അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇത് വളരെ പ്രധാനമായും എന്താണെന്ന് മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് വേണം ഇത് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ആദ്യം കുറേയേറെ ഈ ഫോർപ്ലേ പോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കാവൂ. പലപ്പോഴും പുരുഷന്മാർ ചെയ്യുന്നത് നേരെ ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പുണ്ടാകുന്ന അവർക്ക് ഓരോ ഭാഗങ്ങളിലും വികാരങ്ങളുണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ ഉത്തേജനം നൽകിക്കൊണ്ട് അവരെ ആ ഒരു രീതിയിൽ പര്യാപ്തമാക്കിയതിന് ശേഷം അവർ തന്നെ ചിലപ്പോൾ പറയും ഇനി ഇതിലേക്ക് പോകാം എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ മാത്രമേ പോകാവൂ എന്നുള്ളതാണ്. പിന്നെ എന്നും ഒരേ രീതിയിലുള്ള പൊസിഷനുകൾ അല്ലെങ്കിൽ എന്നും ഒരേ രീതിയിലുള്ള ലൈംഗിക ബന്ധം അതൊക്കെ മാറ്റിക്കൊണ്ട് പലതരത്തിലുള്ള മറ്റ് പല രീതിയിലുള്ള ലൈംഗിക ബന്ധ ഇതുണ്ടല്ലോ. അപ്പോൾ അത് ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും അത് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാനും രതിമൂർച്ചയിലേക്ക് പെട്ടെന്ന് എത്താനുമൊക്കെ സഹായകരമാകും. അപ്പോൾ ഇതൊന്നും പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ സന്തുഷ്ടമായ ദാമ്പത്യ ബന്ധത്തിന് എപ്പോഴും ഈ ലൈംഗിക ബന്ധം ഒരു പ്രധാന ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന അതാണ്. സ്ത്രീകൾ എപ്പോഴും അവരുടെ സ്വന്തം പങ്കാളിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും മദ്യപിച്ച് വരിക അല്ലെങ്കിൽ ഇത് മദ്യപിച്ച് വന്ന് ഇതിനു വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു ഇതിലേക്കാണ് എത്തുന്നത്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. വെറുതെ അല്ല ഭാര്യ എന്നൊരു സിനിമയിൽ ജയറാം ഇതുപോലെ ഒരുപാട് ജോലികൾ ചെയ്ത് ക്ഷീണിച്ച് തളർന്നു വരുന്ന അവളോട് ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെടുന്നത്. ഒരു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു പടത്തിലും ഇത് നിമിഷ സജയനുമായിട്ടുള്ളൊരു പടത്തിലും ഇത് പറയുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതിനുശേഷം കേരളത്തിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. എന്താണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്, എന്താണ് പുരുഷൻ നൽകുന്നത് എന്നതിനെ പറ്റിയിട്ട് വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത് ഈ പഠനത്തിൻ്റെ തുടർച്ചയായ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് സാമൂഹികമായിട്ടുള്ള ജീവിതത്തെ ലൈംഗിക ജീവിതം സ്വാധീനിക്കാറുണ്ട്. അതായത് അവരുടെ പൊതുജീവിതം സമൂഹത്തിനോട് ഇടപെടുന്നത് അത് ഇവർ ഒരു നിരാശാബാധിതമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ആ വ്യക്തി പൊതുസമൂഹത്തോടും അത്രത്തോളം ഫ്രസ്ട്രേഷനോട് കൂടിയായിരിക്കും പെരുമാറുന്നത്. ഇത് സാമൂഹിക പ്രശ്നമായി മാറാമെന്നുള്ളതും, അതായത് ഒരു സമൂഹത്തിനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ദേഷ്യം പോലും തന്നെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. കാരണം അതൊരു രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിലേക്ക് പോകുന്നു, സംഘടനത്തിലേക്ക് പോകുന്നു, പോലീസ് കേസിലേക്ക് പോകുന്നു, കൂടുതൽ വ്യവഹാരങ്ങളിലേക്ക് പോകും. അങ്ങനെ ഹ്യൂമൻ റൈറ്റിനെ അടക്കം ബാധിക്കുന്ന വിഷയമായിട്ട് രണ്ടുപേർ തമ്മിലുള്ളതായാലും അവർ തമ്മിലുള്ള ഹ്യൂമൻ റൈറ്റിനെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറും. അപ്പോൾ മനുഷ്യൻ്റെ ഓരോ ജീവിത ക്രമത്തിനെയും ഒരു സന്തുലിതാവസ്ഥയിലൂടെ കൊണ്ടുപോവുക എന്നുള്ളതിനെ പറ്റി ഈ പഠനം പറയുന്നുണ്ട്. രണ്ടാമത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രൊഫഷണൽ ലൈഫ്, അതായത് അവൻ്റെ തൊഴിലിടത്തിൽ ഇത്തരം കാര്യങ്ങൾ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ ബാധിക്കാമെന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തിയാൽ സ്ത്രീകളെ ഈ രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.